ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നലെ വരെ നമ്മൾ ആരും അറിയാത്ത, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വനിതയെ കുറിച്ചാണ്. ഒരു വനിതയല്ല, ഒരു മാലാഖയെ കുറിച്ചാണ്. ഡച്ച് പാർലമെന്റ് അംഗം എസ്തർ ഒവേഹാൻഡിനെ കുറിച്ച്. ആ വനിത ഇന്നലെ ഒറ്റക്ക് ഡച്ച് പാർലമെന്റിൽ പലസ്തീനു വേണ്ടി സംസാരിച്ചു, പലസ്തീനു വേണ്ടി നിലകൊണ്ടു, മനുഷ്യത്വത്തിന്റെ പ്രതീകമായി നിലകൊണ്ടു. ഒരാള് ഭൂമിയിൽ ശരിക്കും മനുഷ്യനും മനുഷ്യത്വം ഉള്ളവനും എപ്പോഴാണ് ആകുന്നതെന്ന് അറിയാം. നമുക്കറിയുന്ന നമ്മളെ ചുറ്റുപാടുമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിപ്പാഞ്ഞെത്തുമ്പോഴോ അല്ലെങ്കിൽ അവന് വേണ്ടി സംസാരിക്കുമ്പോഴോ അല്ല, നമ്മുടെ ആരുമല്ലാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരാൾ മനുഷ്യനും ഒരാൾ മനുഷ്യത്വമുള്ളവനും ആകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഡച്ച് പാർലമെന്റ് അംഗം എസ്തർ ഒവേഹാൻഡ്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് സംഘികളെയും ക്രിസംഘികളെയും പോലുള്ള പിശാചുക്കളുടെ എണ്ണം ഇങ്ങനെ കൂടുമ്പോൾ, മറുഭാഗത്ത് എസ്തർ ഒവേഹാനിനെ പോലത്തെ നല്ല മനുഷ്യരുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വെച്ചുതരാം. ബാ. ഗാസയിലെ ഇസ്രയേൽ നരനായാട്ടിൽ പ്രതിഷേധിച്ച് പലസ്തീൻ പതാകയുടെ വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ ഒരു ഡച്ച് എംപി. വസ്ത്രം മാറ്റി വന്നേ തീരുവെന്ന് തീവ്ര വലതുപക്ഷക്കാരനായ സ്പീക്കറുടെ ഉത്തരവിന് മറുപടിയായി പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ സൂചിപ്പിക്കുന്ന തണ്ണിമത്തന്റെ പ്രിന്റുള്ള വസ്ത്രവുമായി പാർലമെന്റിൽ മടങ്ങിവന്ന് ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തി. ലോകം ചർച്ചയാക്കിയ ആ പ്രതിഷേധം നടത്തിയത് ഡച്ച് പാർലമെന്റ് അംഗമായ എസ്തർ ഒവേഹാൻഡാണ്. ഇസ്രായേൽ ശവപ്പറമ്പാക്കിയ സ്വൈരജീവിതം തകർത്തു കളഞ്ഞ ഗാസയെക്കുറിച്ച് രാജ്യവും ജനപ്രതിനിധികളും മിണ്ടാതെ പോകരുതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എസ്തറിന്റെ ഈ പ്രതിഷേധം. സൈനിസ്റ്റ് ഭരണകൂടവും കൂട്ടാളികളും ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഉറക്കെ ശബ്ദിക്കുന്ന ചുരുക്കം ചില ഡച്ച് രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് എസ്തർ ഒവേഹാൻഡ്. ഡച്ച് പാർട്ടി ഫോർ ദി അനിമൽസിന്റെ നേതാവ്. നൂറ്റാണ്ട് കണ്ട ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാനുള്ള ആഹ്വാനത്തിന്റെ ഭാഗം കൂടെയാണ് എസ്തറിന്റെ രണ്ട് വസ്ത്രങ്ങളും. പാർലമെന്റിൽ സാധാരണ വസ്ത്രം ധരിക്കണമെന്നായിരുന്നു സ്പീക്കർ മാർട്ടിൻ ബോസ്മയുടെ വാദം. പലസ്തീൻ പതാക ധരിക്കരുതെന്ന് പറഞ്ഞാൽ അതിനു പകരം എന്ത് ധരിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. എതിർപ്പിനെ അവർ പലസ്തീൻ പ്രതിരോധത്തിന്റെ അടയാളം കൊണ്ട് തന്നെ പ്രതിരോധിച്ചു. ഗാസയിലേത് വംശഹത്യയാണെന്ന് മന്ത്രിസഭ സമ്മതിച്ചില്ലെങ്കിലും നടപടിയെടുത്തില്ലെങ്കിലും പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് തുടരേണ്ടത് നമ്മുടെ കടമയാണ്. ഇതാണ് എസ്തറിന് സ്വന്തം ജനതയോടും ലോകത്തോടും പറയാനുള്ളത്. അമേരിക്ക ഉൾപ്പെടെ 10 രാജ്യങ്ങൾ ഗാസയിലെ ക്രൂരത അവസാനിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തപ്പോൾ സ്വതന്ത്ര പലസ്തീനു വേണ്ടി ഇപ്പോഴും അതേ രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ ലോകത്തിന്റെ മുഴുവൻ വെറുപ്പ് വാങ്ങിയിട്ടും യുഎന്നിന്റെയും മറ്റു രാജ്യങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും എതിർപ്പുകൾ അവഗണിച്ച് ഇസ്രായേലി കൊലയാളികൾ നിർബാധം ആ ജനതയെ വെടിവെച്ചു വീഴ്ത്തുകയാണ്. ലോകത്തിലെ ഏതൊരു ജനതയെ പോലെയും സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ കൊന്നൊടുക്കി അവരുടെ മണ്ണ് പിടിച്ചെടുത്തു അധിനിവേശം കൂടുതൽ ശക്തിയോടെ തുടരുകയാണ് ഇസ്രായേൽ. തീവ്രവാദികളെന്നും കൊല്ലപ്പെടേണ്ടവരെന്നും ഗാസയിലെ കുഞ്ഞുങ്ങളെ പോലും മുദ്രകുത്തിയുള്ള കള്ളക്കഥകൾ മെനഞ്ഞും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി നടത്തിയും മുന്നോട്ടു പോകുന്ന ഇസ്രായേലും അതിന് കൂട്ടുനിൽക്കുന്നവരും തലമുറകൾ താണ്ടിയാണെങ്കിലും വിധിക്കപ്പെടും. കാരണം ഇസ്രായേൽ തകർത്തെറിഞ്ഞത് ഒരു രാജ്യത്തെയാണ്, ചോര വീഴ്ത്തി പിടിച്ചെടുക്കുന്നത് അവരുടെ മണ്ണും. അവർക്ക് കയറി കിടക്കാൻ വേണ്ടി ഇടം കൊടുത്ത ഒരു രാജ്യത്തെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കുന്നത്. ആ രാജ്യത്തെ കുഞ്ഞുങ്ങളെയാണ്, ആ രാജ്യത്തെ ഗർഭിണികളെയാണ്, ആ രാജ്യത്തെ അമ്മമാരെയാണ് ഈ നാറികളായ ഇസ്രായേൽ ഇല്ലാതാക്കുന്നത്. എന്നിട്ട് ഇന്ത്യയിലെ പ്രധാനമായും കേരളത്തിലെ ഒരുപറ്റം സംഘികളും ക്രിസംഘികളും ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തെ സ്നേഹിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ കോണിലും ആ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തെ എതിർത്തുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി വരാൻ തുടങ്ങി. എനിക്ക് പറയാനുള്ള ഇസ്രായേലിനോടും ക്രിസംഘികളോടും സംഘികളോടുമാണ്. എസ്തർ ഒവേഹാൻഡ് എന്ന് പറയുന്ന വനിത, ആ മാലാഖ ഒരാളല്ല, അത് ലോക മനസാക്ഷിയുടെ ശബ്ദമാണ്. അതിനി മുഴങ്ങിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ കാതുകളിൽ അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര ക്രൂരമായി ഏകാധിപത്യമായി നിങ്ങൾ ആരെയൊക്കെ ആക്രമിച്ചിട്ട് നിങ്ങളുടെ ശക്തി കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ നോക്കിക്കഴിഞ്ഞാലും ആ രാജ്യത്ത് നിന്നില്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്ന് മനുഷ്യത്വത്തിന്റെ ശബ്ദം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ആ ശബ്ദം നിങ്ങളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര ശക്തന്മാരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പേടിക്കും, നിങ്ങൾ ഭയക്കും. അവസാനം നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആ നിങ്ങൾ ചെയ്ത ക്രൂരത തന്നെ നിങ്ങൾക്ക് അങ്ങനെ അവസരം ഉണ്ടാക്കും. കാരണം നിങ്ങൾ ചെയ്ത ക്രൂരത നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അത്ര ഭയാനകമാണ്. കുറച്ചു കാലം മുന്നേ വരെ പലസ്തീനു വേണ്ടി സംസാരിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ഭയന്നിരുന്നെങ്കിൽ, ഒന്ന് പേടിച്ചിരുന്നെങ്കിൽ, ഇന്ന് ആ രാജ്യങ്ങളെല്ലാം പുറത്തു വന്ന് സംസാരിക്കുന്നത്. അതിന് കാരണം ഇസ്രായേലിന്റെ കൂടി വരുന്ന ഈ ഭീകരതയാണ്, പാവം മനുഷ്യരുടെ മേർത്ത് നടത്തുന്ന ഈ ക്രൂരതയാണ്. അതുകൊണ്ട് ലോക മനസാക്ഷിക്ക് മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഇസ്രായേലിന്റെ അവസ്ഥ ഈ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ ഇസ്രായേലിനെ ഇപ്പോഴും അംഗീകരിക്കുന്ന കുറച്ച് നാടുകൾ നമ്മുടെ കേരളത്തിലുള്ള കാസക്കൂസ സംഘികളും മാത്രമായി ചുരുങ്ങുകയാണ്. എന്തിന് ഇസ്രായേലിൽ പോലും ജൂതന്മാർക്കിടയിൽ പോലും നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇസ്രായേലിന്റെ സപ്പോർട്ട് ഇസ്രായേലിന് പോലും കിട്ടാത്തിടക്ക കേരളത്തിൽ കുറച്ച് സംഘികളും അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്ത്
എന്തിന് എന്തുണ്ടമ്പരിക്ക്? അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ. കാരണം ആ ഇസ്രായേൽ ആക്രമിക്കുന്നത് പലസ്തീൻ എന്ന മുസ്ലിം രാഷ്ട്രമായത് കൊണ്ട് മാത്രമാണ്. പലസ്തീൻ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നെങ്കിൽ ഈ സംഘികളും ക്രിസംഘികളും കാണിക്കുന്ന ഇതായിരിക്കില്ല. അന്ന് അവർ ജൂതന്മാരെ തെറി വിളിക്കും. എന്നിട്ട് അവർ പറയും ഈ ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതാണെന്ന്. അങ്ങനെ പറയാതിരിക്കുന്നതിന്റെ ഏക കാരണം ഞാൻ പറഞ്ഞതുപോലെ പലസ്തീൻ ഒരു മുസ്ലിം രാഷ്ട്രമായത് കൊണ്ട് മാത്രമാണ്. ലോകത്തെ 90% ക്രൈസ്തവരും ഈ ഇസ്രായേലിനെ എതിർക്കാൻ തുടങ്ങിയിട്ട് പോലും കേരളത്തിലെ കുറച്ച് ക്രിസംഖികൾക്ക് അവരുടെ തലയിൽ ബുദ്ധിയും വിവരം ഉദിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാലും ദൈവം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കട്ടെ ഇതൊക്കെ കാണുമ്പോൾ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് പറ്റൂ. പക്ഷെ സംഘിയുടെ തലയിലും മനസ്സിലും ദൈവം വിചാരിച്ചാൽ പോലും മനുഷ്യത്വം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ന് ലോകത്തിന്റെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ എസ്തർ ഒവേഹൻ എന്ന ഡച്ച് വനിതയാണ്, ഡച്ച് മാലാഖയാണ്. ഇനി അങ്ങോട്ട് ഇതുപോലുള്ള ഒരുപാട് മാലാഖമാരും ഒരുപാട് മനുഷ്യത്വമുള്ള മനുഷ്യരും ഈ ഭൂമിയിൽ ഒറ്റക്കെട്ടായി പലസ്തീനു വേണ്ടി സംസാരിക്കാൻ തുടങ്ങും. അന്ന് ഇസ്രായേലെ നിങ്ങൾ വിറച്ച് 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 ഇല്ലാതാകും. നിന്റെ അഴിമതി കേസിൽ നെതന്യാഹു, നിന്റെ അഴിമതി കേസിൽ നീ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നടന്ന ഈ വംശഹത്യ, ആ വംശഹത്യക്ക് ദൈവം നിന്നോട് പകരം ചോദിക്കും. നീ വിശ്വസിക്കുന്ന ദൈവം തന്നെ നിന്നോട് പകരം ചോദിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എസ്തർ ഒവേഹൻ എന്ന മാലാഖക്കും എന്റെ ഒരു നല്ല സുലാൻ.